അങ്ങനെ ഇന്ത്യയുടെ അടുത്ത മത്സരം വന്നെത്തിയിരിക്കുകയാണ്. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലാണ് മൂന്നാമത്തെ മത്സരം. ഇതോടുകൂടി ഈ റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ്. ഇനി സെമി ഫൈനലാണ്. ഇന്ത്യ ഓൾറെഡി സെമിയിലെത്തി. അതുകൊണ്ട് ന്യൂസിലൻഡുമായിട്ടുള്ള മത്സരം വെറും ചടങ്ങ് മാത്രമാണ്. ഇതുകൊണ്ട് തന്നെ ഇന്ത്യ പരീക്ഷണങ്ങൾ നടത്താനാണ് പോകുന്നത്. ആദ്യം തന്നെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കാണ് വിശ്രമം. രോഹിത് സെമി ഫൈനലിൽ കളിക്കില്ല. പുതിയൊരു ക്യാപ്റ്റനാണ് ഇന്ത്യക്ക്. അതുപോലെ ഇന്ത്യൻ ടീമിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. പുതിയ താരങ്ങൾ സ്ക്വാഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ ന്യൂസിലൻഡ് മാച്ചിന്റെ കംപ്ലീറ്റ് പ്രിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓപ്പണിങ്ങിലാണ് ആദ്യം തന്നെ മാറ്റം വന്നിരിക്കുന്നത്. രോഹിത് ശർമ്മ ഇല്ലാത്തത് കൊണ്ട് രാഹുലായിരിക്കും ഓപ്പണിങ്ങിൽ വരുന്നത്. അതുപോലെ ശുഭ്മാൻ ഗില്ലും ഉണ്ടായിരിക്കും. പുതിയൊരു ഓപ്പണിംഗ് ജോഡിയാണ് ന്യൂസിലൻഡുമായിട്ട് കളിക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ തന്നെയാണ്. രോഹിത്തിന് വിശ്രമമാണ്. അതുപോലെ വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, അക്ഷർ പട്ടേൽ ടീമിലുണ്ടായിരിക്കും. കീപ്പറായിട്ട് ഋഷഭ് പന്താണ് വരുന്നത്. ഋഷഭ് പന്തിന് അങ്ങനെ കളിക്കാൻ ഒരവസരം കിട്ടിയിരിക്കുകയാണ്. ബൗളിങ്ങിൽ ഷമി, ഹർഷിത് റാണ ഇവരെന്തായാലും ടീമിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ കുൽദീപ് യാദവും. വലിയ മാറ്റങ്ങൾ ടീമിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഇന്ത്യ ഓൾറെഡി സെമിയിൽ എത്തിയതുകൊണ്ട് പരീക്ഷണങ്ങൾ നടത്താനാണ് ഇന്ത്യയുടെ പദ്ധതി. ചിലപ്പോൾ സെമി ഫൈനലിന് മുന്നേ ഇന്ത്യ പല തന്ത്രങ്ങളും ന്യൂസിലൻഡുമായിട്ട് ചെയ്തേക്കും. മാർച്ച് 2-നാണ് മത്സരം നടക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പ്ലേയിങ് 11 നോക്കാം. KL രാഹുൽ, ശുഭ്മാൻ ഗിൽ, കോഹ്ലി, ശ്രേയസ്, അക്സർ, ഋഷഭ് പന്ത്, വാഷിംഗ്ടൺ സുന്ദർ, പാണ്ഡ്യ, ജഡേജ, ഹർഷിത് റാണ, ഷമി, കുൽദീപ് യാദവ്. ഇതാണ് ഇന്ത്യയുടെ പ്ലേയിങ് 11. രണ്ട് തുല്യ ശക്തികളാണ് നേർക്കുനേർ വരുന്നത്. ഇന്ത്യ ഇതുവരെ ഒരു മാച്ചിലും തോറ്റിട്ടില്ല. കളിച്ച് 2 കളിയിലും ജയിച്ചിരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് ന്യൂസിലൻഡിൻ്റെയും അവസ്ഥ. അവരും ഒരു മാച്ചിൽ പോലും തോറ്റിട്ടില്ല. അതുകൊണ്ട് മത്സരം തീ പാറുമെന്നത് ഉറപ്പാണ്. രോഹിത് ശർമ്മ ഇല്ലാത്തത് ഇന്ത്യക്ക് തിരിച്ചടി തന്നെയാണ്. പാകിസ്ഥാനുമായിട്ടുള്ള മാച്ചിൽ രോഹിത് ശർമ്മയ്ക്ക് പരിക്കേറ്റതാണ് പണി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത മാച്ചിന് വേണ്ടി കാത്തിരിക്കാം. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.